ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഹായ്, ഐ എം മിത്ര ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ്, എനിക്കറിയാം നിങ്ങൾ എന്നെ കണ്ടിട്ട് കുറേ നാളുകളായി. അപ്പോൾ ഞാൻ ഇത്രയും നാളെ എവിടെ പോയിരുന്നു എന്ന് നിങ്ങളോട് പറയണ്ടേ? അപ്പോൾ അത് പറയാനാണ് ഞാനിപ്പോൾ ഓടി വന്നത്. അതിനു മുന്നേ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇല്ലാതിരുന്നിട്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരുന്നു? പറയൂ. ഉണ്ടെങ്കിൽ അത് പോയി ഗൈസ്. അപ്പൊ ഞാൻ തിരിച്ചു വന്നു. ഓക്കെ, അപ്പോ ഇത്രയും നാളെ ഞാൻ എവിടെ പോയിരുന്നു എന്നെല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാൽ, അപ്പൊ ഗൈസ് ഞാൻ 16 വീക്സ് പ്രഗ്നന്റ് ആണ്. അപ്പോ ദാറ്റ്സ് വൈ. അപ്പോൾ എനിക്ക് വീഡിയോസ് ഇപ്പോൾ കഴിഞ്ഞ 3 മന്ത്സിൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. എൻ്റെ വെൽത്ത് ആയാലും ഒന്നും ഓക്കെ ആയിരുന്നില്ല. ദാറ്റ്സ് വൈ. പിന്നെ എന്നെ അന്വേഷിച്ചവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ കുറിച്ച് 2 വാക്ക് നിങ്ങളോട് എനിക്ക് സംസാരിക്കണം. എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള, ഏറ്റവും ചലഞ്ചിങ് അല്ല, അതിലും വലിയ ചലഞ്ചിങ് ഒക്കെ നേരിട്ടിട്ടുണ്ട്. ഇതിപ്പോ പക്ഷെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു. ആ 3 മന്ത്സില് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും, ഫ്രണ്ട്സ്, ഫാമിലി. പക്ഷെ ടു ബി ഹോണസ്റ്റ്, എന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്റെ ഹസ്ബൻഡും എന്റെ അമ്മയും മാത്രമാണ്. സോ യാ, അപ്പോ ഞാൻ അതിനോട് ഗ്രേറ്റ്ഫുള്ളും ആണ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് വെച്ചാല് ഛർദിച്ചിട്ട് ഞാനാണെങ്കിൽ എനിക്ക് വയ്യ. ഛർദിച്ചിട്ട് എനിക്ക് വയ്യ, അതാണ് സത്യം. ഞാൻ ഛർദിച്ച് എനിക്ക് വയ്യണ്ടായി. ഞാൻ രാവിലെ എനിക്കും ഛർദിക്കും, നൈറ്റ് ഛർദിക്കും. എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒരു ചെറിയ സ്മെല്ലാണ്, മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണെങ്കിലും നമുക്ക് ഭയങ്കര വലിയ സ്മെല്ലായിട്ടാണ് ഫീൽ ചെയ്യുക. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വെയിറ്റ് ലോസ് ആവട്ടാ. എൻ്റെ 3 മന്ത്സിൽ എൻ്റെ ഓരോ മന്തിലും എൻ്റെ ഓരോ കിലോ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുക. 1-2 കിലോ വെച്ചൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അങ്ങനെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ കുറച്ച് ബെഡ് റെസ്റ്റ് ഒക്കെ എടുക്കേണ്ടി വന്നു. പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല മോശമായി. പിന്നെ പുറത്തു പോകാനൊന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ. പുറത്തേക്ക് പോകാനോ ഒന്നിലും ഇങ്ങനെ ഇൻവോൾവ് ആവാനോ നമുക്ക് തോന്നില്ല. എല്ലാവരും ഇങ്ങനെ പറയും പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കണം എന്നൊക്കെ. പക്ഷെ എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഓഫ് മൈ വൊമിറ്റിംഗ്. എൻ്റെ ഛർദിൽ തന്നെയായിരുന്നു മെയിൻ ക്യാരക്ടർ. വെറുതെ ഇരുന്ന് ഛർദിക്കുക, അതായിരുന്നു. പിന്നെ ഒരു സന്തോഷം എന്താന്ന് വെച്ചാല്, നമ്മളിതൊക്കെ ഛർദിച്ചാലും നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ട് എന്നറിയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ അത്. അപ്പോൾ അതോർക്കുമ്പം ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ തരാം. അതായത് ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ എടുക്കുന്ന സ്കാനിങ്സ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ടാബ്ലറ്റ്സ്, അതെന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് DM ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. ബിക്കോസ് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്നോർത്തിട്ട്. അപ്പോൾ ഇപ്പം എൻ്റെ എനർജി ബാക്ക് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ എനർജി അവിടെ തന്നെ നിൽക്കട്ടെ. എനർജി അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇടുന്ന കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിന്. മൂഡ് സ്വിങ്സ്, ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ് കേട്ടോ, ഭയങ്കര മൂഡ് സ്വിങ്സ്. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഐ എം വെരി ഹാപ്പി. ഇപ്പം ഞാൻ ഭയങ്കര, അപ്പോഴും ഞാൻ ഹാപ്പിയാണ്, ഇപ്പോഴും ഞാൻ ഹാപ്പിയാണ്. ഐ എം വെരി ഹാപ്പി. പിന്നെ എനിക്കൊരു ഭാവി ദൈവം തന്നല്ലോ. ഐ എം വെരി ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എന്ന് ഞാൻ പോട്ടെ. അപ്പൊ ബൈ.